യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു ദിവസം കൂടി ദൈവവചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ ദൈവം നൽകിയ വിലപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നിങ്ങളെ ദൈവനാമത്തിൽ സമർപ്പിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ഈ ദിവസം എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്കൊത്തിരി ദൈവാനുഗ്രഹത്തിന് കാരണമാകട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നല്ല വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നവരും, നല്ലൊരു ഭവനം പണിതുകൊണ്ടിരിക്കുന്നവർ, അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ലല്ലോ, അതിൻ്റെ പണി പാതി വഴിക്ക് നിൽക്കുവാണല്ലോ എന്ന് ചിന്തിക്കുന്നവർ, നല്ലൊരു ഭവനം ആഗ്രഹിക്കുന്നവർ, അത് വെച്ച് പ്രാർത്ഥിക്കുന്നവർ, ഇന്ന് വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. നല്ലൊരു ഭവനം നിങ്ങൾക്കുണ്ടാകും. നല്ലൊരു ഭവനം പണിയാൻ ദൈവം സഹായിക്കും. ഇനി നിങ്ങളുടെ വീട് ചിലപ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ വീടിനെന്തോ ദോഷമുണ്ട്, ഈ വീടിനകത്തൊരു സന്തോഷമില്ല, ഈ വീട് വച്ചേ പിന്നെയാണ് ഇങ്ങനെ, ഈ വീട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ആ വീട് ദൈവവചനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടും. ദൈവവചനത്തിലൂടെ ആ വീടിൻ്റെ എല്ലാ ദോഷങ്ങളും മാറും. ദൈവവചനം നിങ്ങളുടെ വീടിനെ ശുദ്ധമാക്കും, വിശുദ്ധീകരിക്കും. അവൻ വചനമയച്ച് അവരെ വിശുദ്ധീകരിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. വചനം നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ വീടിനെ വിശുദ്ധീകരിക്കട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുക, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും വീടൊക്കെ പണിയുന്നവരുണ്ടോ? ഒരു നല്ല വീട് മേടിക്കാൻ പറ്റിയില്ലല്ലോ, ഒരു വീട് സ്വന്തമായിട്ടില്ലല്ലോ എന്നൊക്കെ ആഗ്രഹിക്കുന്നോ? പ്രാർത്ഥിക്കുക. ഒരു സാക്ഷ്യമാകത്തക്ക വിധം, ഒരു സാക്ഷ്യം പറയാനിടയാകത്തക്ക വിധം ഒരു നല്ല ഭവനത്തെ ദൈവം ഒരുക്കും. ഇന്ന് കേൾക്കുന്ന വചനം ഇതാണ്. 1 സാമുവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 3 മുതലുള്ള വാക്യം. 3-ാം അധ്യായം 3 മുതലുള്ള വാക്യം. ദൈവത്തിൻ്റെ മുൻപിലെ ദീപം അണഞ്ഞിരുന്നില്ല, അത് കെട്ടുപോയിരുന്നില്ല. ദൈവത്തിൻ്റെ മുമ്പിലെ ദീപം അണഞ്ഞു പോയിരുന്നില്ല. നമ്മളും എല്ലാ ദിവസവും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം ഇങ്ങനെ തുടരെ കേട്ടുകൊണ്ടിരിക്കുക. വചനത്തിൻ്റെ ദീപം അണയാതെ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷത്തോളമായി. ദിവസവും പ്രാർത്ഥനയോടെ തെളിഞ്ഞു നിൽക്കുന്നൊരു ദീപമാണ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം. ദൈവത്തിൻ്റെ മുമ്പിലെ ദീപം കെട്ടുപോയിരുന്നില്ല. സാമുവേൽ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്തതിനരികെ കിടക്കുകയായിരുന്നു. എവിടെയാണ് സാമുവേൽ അപ്പോൾ ഉണ്ടായിരുന്നത്? ദൈവസാന്നിധ്യത്തിൻ്റെ കെട്ടുപോകാത്ത ആ ദീപത്തിൻ്റെ തൊട്ടടുത്ത്, ആ പേടകത്തിൻ്റെ അടുത്ത്. അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ? എവിടെയേലും ആയിരിക്കുമ്പോഴല്ല, എല്ലാത്തിനും വിമർശിച്ച് കുറ്റം പറഞ്ഞ് ചീത്തയും പറഞ്ഞ് നെഗറ്റീവും പറഞ്ഞ് റോട്ടിലൂടെ പോയപ്പോൾ എന്നല്ല, ദൈവസാന്നിധ്യത്തിൽ നിന്നപ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നത്. നിങ്ങളും ദൈവവചനത്തിൻ്റെ ആ ദീപത്തിൻ്റെ അടുത്താണ് ഉള്ളത്. ആ ഒരു ദീപം കത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത നമ്മളും ഇന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ ഉണ്ടാകും. സാമുവേലിനെ ദൈവം വിളിച്ചു. സാമുവേൽ, സാമുവേൽ. അവൻ വിളി കേട്ടു. അവൻ ഏലിയുടെ അടുക്കിലേക്ക് ഓടി. അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ വിളി ആര് വിളിച്ചതായിട്ടാണ് തോന്നിയേ? തൻ്റെ കൂടെ അടുത്തുള്ള ഏലി വിളിച്ചതായിട്ടാണ് തോന്നിയത്. അപ്പം ദൈവത്തിൻ്റെ ശബ്ദം ആരുടെ ശബ്ദം പോലെയാ സാമുവേൽ മനസ്സിലായത്? ഏലിയുടെ ശബ്ദം പോലെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെയാണ് ഇന്നും ദൈവം സംസാരിക്കുന്നത്.
നമ്മുടെ ഏറ്റവും അടുത്തുള്ളവരിലൂടെയാണ് ദൈവം ഇന്നും നമ്മളോട് സംസാരിക്കുന്നത്. ഈ കേൾക്കുന്ന വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്താകാം, അപ്പനാകാം, അമ്മയാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, മകനാകാം, മകളാകാം, അയൽവാസിയാകാം, പ്രാർത്ഥനക്കാരനാകാം, ശുശ്രൂഷക്കാരനാകാം, പുരോഹിതനാകാം, ഒരു സമർപ്പിതനാകാം, സമർപ്പിതയാകാം. ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തോന്നും, ഇയാളാരാ എന്നെ ഉപദേശിക്കാൻ, ഇയാളാരാ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ, എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാൻ. ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, പ്രിയപ്പെട്ടവരിലൂടെ ഇന്നും ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്. അതിനെ സ്വീകരിക്കുന്നവരുടെ ജീവിതം ഒരനുഗ്രഹമായിട്ട് മാറും. സാമുവേൽ ആ വിളി കേട്ടിട്ട് പ്രതികരിച്ചു. ആ വിളിക്ക് ഉത്തരം നൽകി. അത് ദൈവമാണ് വിളിച്ചതെന്ന് ഏലിക്ക് മനസ്സിലായി. അപ്പോൾ സാമുവേലോട് പറഞ്ഞു, ഇനി അങ്ങനെ വിളി കേട്ടാൽ ഇതാ ദാസൻ അരുളി ചെയ്താലും അത് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. സാമുവേൽ അതനുസരിച്ച് പ്രവർത്തിച്ചു. സാമുവേലിൻ്റെ ജീവിതം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. സാമുവേൽ വളർന്നു വന്നു. തകർന്നു പോയിന്നല്ല, ദൈവത്തിൻ്റെ വാക്കു കേട്ട് ആ ദീപത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട്, ആ ദൈവസാന്നിധ്യത്തിൻ്റെ പേടകത്തിൻ്റെ അടുത്തുള്ളത് കൊണ്ട്, ദൈവത്തിൻ്റെ വിളി കേട്ടതിനെ പ്രതികരിച്ചത് കൊണ്ട് ആളുടെ ഭാവി തകർന്നു പോയി എന്നാണോ? ആളുടെ ജീവിതം ഒന്നുമല്ലാതായി എന്നാണോ? ആളുടെ ജീവിതം തകർന്നു പോയി എന്നാണോ? വ്യക്തമായ ആ വാക്കുകൾ വായിച്ച് 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. സാമുവേൽ വളർന്നു വന്നു, കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ ദൈവം ഇടവരുത്തിയില്ല. വാക്കുകളൊന്നും വെറുതെ ആയില്ല. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. സാമുവേലിൻ്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു, ബഹുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് ദൈവസാന്നിധ്യത്തിൻ്റെ ആ ദീപം അണയാത്ത സ്ഥലത്ത് അത് അണഞ്ഞിരുന്നില്ല. അവിടെയാണ് സാമുവേൽ ഉണ്ടായിരുന്നത്. വെറുതെയല്ല ഒന്നും ഇത്രയും സമർത്ഥനായതും മിടുക്കനായതും എല്ലാവരും ബഹുമാനിക്കത്തക്ക വിധം എത്തിയതും ചുമ്മാതങ്ങെത്തിയതല്ല. അതിനു മുമ്പൊരു വില കൊടുത്തിട്ടുണ്ട്. എല്ലാവരെ പോലെയും ചാടാനും തുള്ളാനും പോയ ഒരാളല്ല സാമുവേൽ. ഓളത്തിലെ ഒതളങ്ങ പോലെ ഒഴുകിപ്പോയ ഒരാളല്ല. എല്ലാ കൂട്ടുകെട്ടിലൊക്കെ വീണ് ചുമ്മാ ഇഷ്ടമുള്ള പോലെ ജീവിച്ച ഒരാളല്ല. ദൈവസാന്നിധ്യത്തിൻ്റെ വിളക്കിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ആളാണ്. ദൈവസാന്നിധ്യത്തിൻ്റെ പേടകത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന ആളാണ്. നമ്മളും ദൈവത്തോടു കൂടെയാണെങ്കിൽ, നിങ്ങൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ ദൈവസാന്നിധ്യത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ ദീപത്തിൻ്റെ അടുത്താണെങ്കിൽ, മാതാപിതാക്കളോട് പറയട്ടെ, കുഞ്ഞുങ്ങളോട് പറയട്ടെ, നിങ്ങൾ അനുഗ്രഹത്തോടെ വളർന്നു വരും. നിങ്ങളെ വളർത്തുന്നൊരു ദൈവമുണ്ട്. പലരും പറയും, നാട് പറയും, നാട്ടുകാർ പറയും, ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ഇതൊന്നും ആവശ്യമില്ല, ഇതിലൊന്നും ഒരു കഥയുള്ള കാര്യമല്ല, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇതൊക്കെ ആരെങ്കിലും കാണുമോ കേൾക്കുമോ? ദൈവവചനം എന്നാ പറയുന്നത്? സാമുവേൽ ദൈവത്തിൻ്റെ ദീപം കത്തിക്കൊണ്ടിരുന്നു, അത് കെട്ടുപോയിരുന്നില്ല. നിങ്ങളും ഡെയിലി ബ്ലെസ്സിങ് ഒക്കെ കേൾക്കുമ്പം അതൊരിക്കലും മുടക്കരുത് കേട്ടോ. അത് ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ അതുപോലുള്ള ശുശ്രൂഷകളൊന്നും മുടക്കല്ല്, അതൊന്നും കളയല്ല്, അത് അണഞ്ഞു പോകാൻ സമ്മതിക്കല്ല്. ഓ, ഇതൊന്നും കേട്ടിട്ടൊരു കാര്യമില്ല, ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല, അത് ഊതിക്കെടുത്തല്ല്. ഇന്നല്ലെങ്കിൽ നാളെ, ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞായിരിക്കും അതിൻ്റെ മറുപടി വെളിപ്പെടുക, അനുഗ്രഹമായി മാറുന്നത്. 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ, 3-ാം അധ്യായം അവസാനമാകുമ്പോഴേക്കും സാമുവേൽ വളർന്നു വന്നുവെന്നും അവൻ്റെ വാക്കുകളൊന്നും വ്യർത്ഥമായില്ലെന്നും അവനെ ആ സമൂഹം മുഴുവൻ ആദരിച്ചുവെന്നുമാണ് എഴുതിയിട്ടുള്ളത്. മറ്റൊരാൾ അത്ഭുതപ്പെടുന്ന വിധത്തിൽ ദൈവത്തിന് നിങ്ങളെ വളർത്താൻ പറ്റും. അവൻ വളർന്നു വന്നു, നിങ്ങളും വളർന്നു വരട്ടെ. നല്ലൊരു ഭവനം വളർന്നു വരട്ടെ, നല്ല തലമുറ വളർന്നു വരട്ടെ, ദൈവാനുഗ്രഹമുള്ള കുടുംബങ്ങൾ ഉണ്ടായി വരട്ടെ, ആരോഗ്യമുള്ള ശരീരം ഉണ്ടായി വരട്ടെ. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ ദീപം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ അണയാതെ നിൽക്കുന്ന ഓരോ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയിൽ നിങ്ങൾ വളർന്നു വരും. നല്ല ബന്ധങ്ങളിലൂടെ നിങ്ങൾ വളർന്നു വരും. ബുദ്ധിപരമായി നിങ്ങൾ വളർന്നു വരും.
സമാധാനമുള്ള സന്തോഷമുള്ളൊരു കുടുംബം നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉണ്ടായി വരും. ദൈവാനുഗ്രഹമായിട്ട് വരും. മാതാപിതാക്കളോട് പറയട്ടെ, നിങ്ങളുടെ മക്കളെ കൂടി ഈ വചനമൊക്കെ കേൾപ്പിക്കണം. ആ വിളക്കിൻ്റെ അടുത്ത് നിർത്തണം. എന്നാലേ നിങ്ങളുടെ മനസ്സിലെ ആ നല്ല ആഗ്രഹം അനുസരിച്ച് പിള്ളേരൊക്കെ വളർന്നു വരത്തുള്ളൂ. നമ്മൾ ബാക്കി എല്ലാം കൊടുത്തു, അവർ ആഗ്രഹിച്ചതെല്ലാം മേടിച്ചു കൊടുത്തു, വസ്ത്രം, ഫോണ്. അവർ നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് വളർന്നു വരണമെന്നില്ല. എന്നാൽ അവർ ദൈവ സാന്നിധ്യത്തിലും ദൈവാനുഗ്രഹത്തിലുമാ അവർ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ സ്വപ്നം അനുസരിച്ച് മക്കൾ വളർന്നു വരും. അവരുടെ എല്ലാ കാര്യങ്ങളും അവർ മിടുക്കിയാളായി മാറുന്നത് നിങ്ങൾ കാണാൻ കഴിയും. ദൈവത്തിൻ്റെ വാക്കുകേട്ട് പ്രതികരിച്ചപ്പോൾ സാമുവേൽ തകർന്നുവെന്നാണോ, പരാജയപ്പെട്ടുവെന്നാണോ, വളർന്നു വന്നുവെന്നാണ്? അവൻ്റെ വാക്കിനെ ആദരിച്ചുവെന്നാണ്. ദേശം മുഴുവൻ അവൻ്റെ വാക്കിനൊരു വില കൊടുത്തു എന്നാണ്. നിസ്സാര കാര്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് ചൊവ്വാഴ്ച ദിവസം പ്രാർത്ഥിച്ച കുറച്ച് വിഷയമുണ്ട്. വീട് പണിയുന്നവർ വാടക വീട്ടിൽ കിടക്കുക. ഒരു വീട് സ്വന്തമായിട്ടില്ലല്ലോ, എത്ര നാളായി ഇങ്ങനെ താമസിക്കുന്നു. സ്വന്തമായൊരു വീട് മേടിക്കണം. ഈ ദേശത്തായിരിക്കാം, വേറെ രാജ്യത്തായിരിക്കാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. വീട് പണിയാൻ തുടങ്ങിയവർ, പാതി വഴിക്ക് നിൽക്കുന്നവർ, വീടുമായി ബന്ധപ്പെട്ട് ഒത്തിരി കടമുള്ളവർ, വീടിനെന്തോ ദോഷമുണ്ടെന്ന് ചിന്തിക്കുന്നവർ, സ്ഥലം മേടിച്ചു വീട് പണി തുടങ്ങിയിട്ടില്ല. പല അഭിപ്രായങ്ങൾ, പല കാര്യങ്ങൾ, പല കാരണങ്ങൾ, സാമ്പത്തികം ഒക്കുന്നില്ല, ലോണ് ശരിയാകുന്നില്ല, പല കാര്യങ്ങൾ. പ്രാർത്ഥിച്ച് ആ വീടെല്ലാം ദൈവാനുഗ്രഹത്തിൽ വരട്ടെ, ദൈവാനുഗ്രഹമായിട്ട് വരട്ടെ. പ്രത്യേകിച്ച് ഈ തിങ്കളാഴ്ച മുതൽ വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ ആലയത്തിലെ പ്രിയപ്പെട്ട സോജനച്ചൻ കുട്ടികൾ +2 SLC ഒക്കെ കഴിഞ്ഞവർക്ക് എന്ത് കോഴ്സ് എടുത്ത് പഠിക്കണം, അതിനുവേണ്ടി വൈകുന്നേരം 7 മണിക്കൊരു പ്രാർത്ഥനയും ഒരു വചനമൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഒരു ശുശ്രൂഷയിലൊക്കെ അവരെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. ഉചിതമായ ലക്ഷ്യത്തിലെത്തുന്ന നല്ല കോഴ്സുകൾ എടുക്കാൻ, അനുഗ്രഹമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ദൈവം അവരെ സഹായിച്ചോളൂ. പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ എല്ലാം ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഞങ്ങളുടെ കരങ്ങൾ മതിയാവില്ല. ഞങ്ങളുടെ കരങ്ങൾ പോരാ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം വെളിപ്പെടണം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം വെളിപ്പെടണമേ. ദൈവത്തിൻ്റെ വചനമാകുന്ന ദീപം ഞങ്ങളിൽ അണയാതെ സൂക്ഷിക്കാനുള്ള കൃപ തരണമേ. ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ആ പേടകത്തിൻ്റെ അടുത്ത് സാമുവേലിനെ പോലെ ആയിരിക്കാനുള്ള കൃപ തരണമേ. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് അനുഗ്രഹങ്ങളെ വിളമ്പണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിറയണമേ. ആരോഗ്യത്തിൻ്റെ മേൽ സൗഖ്യം ഉണ്ടാകണമേ. എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനസ്സമാധാനമില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ഭവനമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ള ശരീരത്തിനായി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, എല്ലാത്തരം അപകടങ്ങൾ, പരിക്കുകൾ എല്ലാം മാറിപ്പോകട്ടെ. സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ. ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ നയിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ മനസ്സുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാധ്യമെല്ലാവർക്കും ഈ വചനം കേൾക്കണം. എല്ലാ വീടുകളിലും എല്ലാ വ്യക്തികളും വചനം കേൾക്കാനിടയാകണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം ഉള്ളം കയ്യിൽ എന്ന പോലെ എന്നെയും നിങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ.